നമസ്കാരം സുഹൃത്തുക്കളെ. My dear fellow countrymen, today I speak to you as an Indian deeply concerned by the impact of the Iran war. Oil prices are rising, sea trade routes are blocked, the energy that powers our kitchen and homes, the fertilizers that nourishes our fields and crops, the fuel that drives our industries and vehicles, all have gotten more expensive. In response, more than 60 countries have already imposed energy-saving rules. We recently heard Singapore's Prime Minister asking his people to prepare for tough times ahead. We are a much larger country, and our Prime Minister has asked us to save energy over the next year. In moments like this, national responsibility must rise above party politics. As Mr. Vajpayee famously said, governments will come and go, but the nation shall remain. During the 1962 China War, we donated gold from our homes to support our soldiers. പ്രകാശ് രാജിനെ പോലെയുള്ളവർ മുൻപ് എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മുടെ മലയാള മാപ്രകൾക്ക് വലിയ വാർത്തയായിരുന്നു. അച്ചടി മാധ്യമങ്ങളിലാണെങ്കിൽ അവർ മുൻപേജിൽ തന്നെ അത് കൊടുക്കാൻ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഒരു ദിവസം തന്നെ ഒന്നിലധികം തവണ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അത്തരം അവസരങ്ങളിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയൊക്കെ നേരിട്ടോ അല്ലാതെയൊക്കെ ആയിരിക്കും. അതാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് അവർ വാർത്തയാക്കി നമ്മളിലേക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നത് മുൻപ്. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഈ വീഡിയോ ദൃശ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഏതെങ്കിലും ഒരു മലയാള വാർത്തയാക്കി നമ്മളിലേക്ക് എത്തിച്ചിരുന്നോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരുപക്ഷേ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇതിനകം തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ് എന്ന് മനസ്സിലായി കാണും. അല്ലാത്തവരോടായിട്ട് പറയാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കുറച്ച് നിയന്ത്രണമൊക്കെ സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കുറച്ച് നിയന്ത്രിച്ച് ജീവിക്കണം എന്ന തരത്തിൽ. അതായത് കാർ പൂളിംഗ് നടത്തണമെന്നും വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നും പെട്രോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും സേവ് ചെയ്യേണ്ടതുണ്ടെന്നും ഒക്കെ തരത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിനെതിരെ വ്യാപകമായിട്ട് ചില സൈഡിൽ നിന്ന് വിമർശനമൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിരന്തരമായിട്ട് മോദിയെയും സംഘപരിവാറിനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന കമൽഹാസൻ പോലും ഇപ്പോൾ പ്രധാനമന്ത്രിയെ അനുകൂലിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ജനങ്ങളോടായിട്ട്. 60-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞു. അതിനെല്ലാം ശേഷമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അനുസരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരുന്ന സപ്ലൈ ലൈൻ അവിടെ തടസ്സപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതിൻ്റെ ലഭ്യത വളരെ പ്രയാസകരമായിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ രാജ്യം കുറേ ദിവസങ്ങളോളം മറ്റു രാജ്യങ്ങളൊക്കെ വില കൂട്ടിയിട്ടും വില കൂട്ടാതെ വെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വില കൂട്ടേണ്ട ഒരു നിർണായക ഘട്ടമെത്തി. അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് കുറച്ച് സൂക്ഷിക്കാനും കരുതലോടെ ജീവിക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിനൊപ്പം നമ്മൾ നിൽക്കണം എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. അതിന് അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയായിരുന്ന BJPയുടെ തന്നെ നേതാവായ വാജ്പേയി പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. സർക്കാരുകൾ വരും പോകും, പക്ഷേ രാജ്യം അവിടെ തലയുയർത്തി നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം വാജ്പേയി പറഞ്ഞ വേറൊരു ശൈലിയിലാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അംഗീകരിച്ചൊരു കാര്യമാണ്. സർക്കാരുകൾ വരും പോകും, അത് കേന്ദ്രത്തിലാണെങ്കിലും ശരി സംസ്ഥാനത്താണെങ്കിലും ശരി സർക്കാരുകൾ വരും പോകും. നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യം ഇങ്ങനെ തന്നെ ഉയർന്ന രീതിയിൽ നിലനിൽക്കണം, വരുന്ന തലമുറയുടെ സമാധാനമായിട്ട് ജീവിക്കണം. അതിനാൽ ചില അവസരത്തിലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള നമ്മൾ ഭാരതീയർ അതിനൊപ്പം നിൽക്കണം. അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കരുത് എന്നാണ് കമൽഹാസൻ പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക. ഇത് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മാപ്രകൾ ഇതിനെപ്പറ്റി ഒരു വാർത്ത കൊടുത്തിട്ടില്ല. മറിച്ച് മോദിയുടെ ഈ തീരുമാനത്തിനെതിരെയായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ടൊരു പരാമർശം കമൽഹാസൻ നടത്തിയിരുന്നു എങ്കിൽ ഇത് അവരൊരു ദിവസം തന്നെ 5-6 തവണയായിട്ട് നമ്മളിലേക്ക് എത്തിക്കുമായിരുന്നു. പക്ഷേ ഇത് രാജ്യ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. സെലിബ്രിറ്റികളായിട്ടുള്ളവർ 4 പേര് അറിയുന്ന ആളുകളെയാണല്ലോ ഈ പൊതുവെ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ പറയുന്നത് കേൾക്കാനും നമ്മുടെ രാജ്യത്ത് ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഓരോ രാജ്യത്തും അത്തരം ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ കൂടി അതിനെ പിന്താങ്ങുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് കമൽഹാസൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വിമർശിക്കാനുള്ളവർക്ക് വേണമെങ്കിൽ വിമർശിക്കാം, ഇതൊക്കെ കാശ് കൊടുത്ത് ചെയ്യിക്കുന്നതാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എതിര് പറയുമ്പോഴും കാശ് കൊടുത്ത് പറയുന്നതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് കമൽഹാസൻ തന്നെ പറഞ്ഞു വെച്ചത് വെച്ച് നോക്കിയാൽ രാജ്യത്തിൻ്റെ ഒപ്പം, രാജ്യ താല്പര്യത്തിനൊപ്പം, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില അവസരത്തിലെങ്കിലും നമ്മൾ നമ്മുടെ ഭരണാധികാരികൾ എടുക്കുന്ന ആ തീരുമാനത്തിനൊപ്പം നിൽക്കണം എന്നാണ്
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി മാപ്രകളോടാണ്. പ്രകാശ് രാജും കമലഹാസനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊട്ടിക്കൊഴിച്ച് വലിയ വാർത്തയാക്കാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം മോദിക്കെതിരെയോ BJPക്കെതിരെയോ ഒക്കെ ആയിരിക്കും അവരുടെ പരാമർശങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയേറെ അത് ആഘോഷിച്ച് കൊടുക്കുന്നത്. എന്നാൽ രാജ്യത്തിന് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാര്യം കമലഹാസൻ പറഞ്ഞിട്ടും അത് കണ്ടിട്ടും നിങ്ങൾ അത് വാർത്തയാക്കുന്നില്ല എങ്കിൽ നിങ്ങളെക്കാൾ വലിയ രാജ്യദ്രോഹികൾ വേറെ ആരുമില്ല എന്ന് പറയേണ്ടിയിരിക്കും. ഒരുപക്ഷെ നിങ്ങളിലും ഒരുപടി താഴെയായിരിക്കും ഇവിടെയുള്ള ഈ ജിഹാദികളും മറ്റു കൂട്ടരും എന്ന് പറയേണ്ടിയിരിക്കുന്നു.